ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഭാവിയിലെ കൗതുകകരമായ സാധ്യതകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. 2050 ലോകത്തെ വിഭാവനം ചെയ്യുന്ന നവീകരണത്തിന്റെയും പുരോഗതിയുടെയും ലെൻസിലൂടെ ഉറ്റുനോക്കുന്ന പരിവേഷണത്തിന്റെയും ഭാവനയുടെയും ഒരു യാത്രയിൽ എന്നോടൊപ്പം ചേരുക. സാങ്കേതിക വിദ്യയുടെയും സുസ്ഥിരതയുടെയും CE 1500 ആളുകളുടെ ലോകവും ജീവിതവും CE 1600 ആളുകളുടെ ജീവിതത്തിന് ഏതാണ്ട് തുല്യമായിരുന്നു. തീർച്ചയായും ചില ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വലിയ സാങ്കേതിക, വ്യവസായിക സംഭവ വികാസങ്ങളെ സംബന്ധിച്ചോ ദൈനംദിന ജീവിതത്തെ സംബന്ധിച്ചോ കാര്യമായ ഒന്നും തന്നെയില്ല. അക്കാലത്തെ ആളുകൾക്ക് വൈദ്യുതിയോ സാധാരണക്കാരുടെ ജീവിതത്തിൽ എല്ലാം മാറ്റാൻ കഴിവുള്ള അത്തരം തകർപ്പൻ സാങ്കേതിക വിദ്യയോ ഇല്ലായിരുന്നു. എന്നിട്ടും മറുവശത്ത് കഴിഞ്ഞ 100 വർഷങ്ങളിൽ നമ്മൾ ഇത്തരം സംഭവ വികാസങ്ങളും മാറ്റങ്ങളും പതിവായി കാണുന്നു. പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ 50 അതിലധികമോ കഴിഞ്ഞ 30 20 വർഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ സമീപ വർഷങ്ങളിൽ മാറ്റങ്ങൾ വളരെ വ്യക്തവും പതിവുള്ളതുമാണ്. ചരിത്ര കാലഘട്ടത്തിലെ 10 വർഷത്തേക്കാൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നുവെന്നത് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും. അത് സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ മാത്രമല്ല, ലോക ജനസംഖ്യയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 200 വർഷങ്ങളിൽ നാടകീയമായി മാറി. ഉദാഹരണത്തിന് നമ്മുടെ വേൾഡ് ഇൻ ഡാറ്റ ലോക ജനസംഖ്യ 1800 1 ബില്യണിൽ നിന്ന് ഇന്ന് ഏകദേശം 8 ബില്യണായി വർദ്ധിച്ചു. 2050 പ്രവചനങ്ങൾ. ശരി, നമുക്ക് ആദ്യം വിവിധ മേഖലകളിലെ ശാസ്ത്രീയ പ്രവചനങ്ങൾ നോക്കാം. ആദ്യം സാങ്കേതിക മുന്നേറ്റങ്ങൾ, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, രാഷ്ട്രീയവും സാമൂഹികവുമായ മാറ്റങ്ങൾ എന്നിവയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. 2050 സാങ്കേതിക വിദ്യയിലെ പുരോഗതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ തുടർച്ചയായ വികസനം ഗതാഗതം, ആരോഗ്യം, വിനോദം, വിദ്യാഭ്യാസം എന്നിവയും അതിലേറെയും ഉൾപ്പെടെ ജീവിതത്തിന്റെ പല വശങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കുകയും മാറ്റുകയും ചെയ്യും. സെൽഫ് ഡ്രൈവിംഗ് കാറുകളും ഡ്രോണുകളും കൂടുതൽ സാധാരണമാകും. വെർച്വൽ റിയാലിറ്റി ദൈനംദിന ജീവിതത്തെ മാറ്റും. അതിനാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രത്യേക ഊന്നൽ നൽകി നമുക്ക് ഇവയിലേക്ക് ആഴ്ന്നിറങ്ങാം. 2050 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് സംഭവിക്കുക? എല്ലാവരും, പ്രത്യേകിച്ച് ഇക്കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം നമ്മുടെ ജീവിതത്തിനും ലോകത്തിനും സംഭവിക്കാൻ പോകുന്ന സമ്പൂർണ്ണ വിപ്ലവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AGI എന്ന് വിളിക്കപ്പെടുന്ന സമയമാണ് ഇപ്പോൾ. ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റാൻ കഴിയും. നമ്മുടെ ജോലികൾ, ആശയവിനിമയം, കാർ ഓടിക്കുന്ന രീതി, നമ്മുടെ പ്രണയ ജീവിതങ്ങൾ പോലും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും അതിന്റെ സാധ്യതയെക്കുറിച്ചും നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നിഗമനം മിക്കവാറും സമാനമാണ്. അഗാധം വളരെ വലുതായിരിക്കും, എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ 2 വശങ്ങളിൽ നിന്ന് സമൂഹത്തിൽ വരുന്ന സാധ്യമായ സ്വാധീനം നോക്കാം. ജോലികളുടെ ഓട്ടോമേഷൻ. ഇത് മിക്കവാറും അനിവാര്യമാണ്, അത് സംഭവിക്കും. നിലവിൽ മനുഷ്യർ ചെയ്യുന്ന പല ജോലികളും AI ഓട്ടോമേറ്റ് ചെയ്യും. ഇത് തൊഴിൽ നഷ്ടത്തിനും തൊഴിൽ വിപണിയിൽ കാര്യമായ മാറ്റങ്ങൾക്കും ഇടയാക്കും. ഹെൽത്ത് കെയർ, രോഗനിർണയം, ചികിത്സ, രോഗികളുടെ ഫലങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തിക്കൊണ്ട് 2050 AI ആരോഗ്യ സംരക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിക്കും. വ്യക്തിഗതമായി ഗതാഗതത്തിൽ വരുന്ന മാറ്റങ്ങൾ. 2050 AI സ്വയം ഡ്രൈവിംഗ് കാറുകൾ, ട്രക്കുകൾ, ഡ്രോണുകൾ എന്നിവ പ്രവർത്തനക്ഷമമാക്കുന്നതിലൂടെ ഗതാഗത വ്യവസായത്തെ പൂർണ്ണമായും മാറ്റും. ഇത് മെച്ചപ്പെട്ട സുരക്ഷയ്ക്കും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. എന്നിരുന്നാലും ഇത് തീർച്ചയായും മെച്ചപ്പെട്ട സുരക്ഷയിലേക്ക് നയിക്കുമെങ്കിലും സ്വയം ഡ്രൈവിംഗ് കാറുകൾ സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള ഡ്രൈവിംഗിനുള്ള മനുഷ്യരുടെ കഴിവ് കുറയ്ക്കുമെന്ന ആശങ്കയുണ്ട്. കൂടാതെ ഡ്രൈവർമാരുടെ ജോലികളും. മറ്റൊരു പ്രശ്നം, AI ഏതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാം ആണെങ്കിൽ അത് ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുമുണ്ട്. വിദ്യാഭ്യാസം. വ്യക്തിഗതമാക്കിയ പഠനാനുഭവങ്ങൾ. ഇന്റലിജൻസ് ട്യൂട്ടറിംഗ് സംവിധാനം അവർക്ക് മറ്റാളുകളേക്കാൾ മികച്ച പഠന സാധ്യതകൾ ഉണ്ടായിരിക്കും. ഇത് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള കൂടുതൽ അസമത്വത്തിലേക്ക് നയിക്കാനാകും. ഉപഭോക്തൃ സേവന അന്വേഷണങ്ങൾ പോലെയുള്ള പതിവ് സാമ്പത്തിക ജോലികളുടെ ഓട്ടോമേഷനും AI സഹായിക്കും. 2050 ആകുമ്പോഴേക്കും സാമ്പത്തിക രംഗത്തെ കൂടുതൽ വിപുലമായ സാഹചര്യങ്ങൾക്കായി AI ഉപയോഗിക്കും. പ്രവചന അനലിറ്റിക്സിൽ വരുന്ന മാറ്റങ്ങൾ. ഭാവിയിലെ സാമ്പത്തിക പ്രവണതകൾ പ്രവചിക്കാനും സാധ്യതയുള്ള അപകട സാധ്യതകളും അവസരങ്ങളും തിരിച്ചറിയാനും AI ഉപയോഗിക്കാം. ഇത് ധനകാര്യ സ്ഥാപനങ്ങളെ കൂടുതൽ അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താനും സഹായിക്കും.
നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. വിപണിയിലെ ഉയർന്നുവരുന്ന പ്രവണതകളും വികാരങ്ങളും തിരിച്ചറിയുന്നതിന് വാർത്താ ലേഖനങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പോലുള്ള ഘടനാരഹിതമായ ഡാറ്റ വിശകലനം ചെയ്യാൻ AI പവേർഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഉപയോഗിക്കാം. സെന്റിമെന്റ് അനാലിസിസ് വഴി കച്ചവടക്കാരുടെ പെരുമാറ്റവും വിപണി പ്രവണതകളും പ്രവചിക്കാനും വിശകലനം ചെയ്യാനും AI ഉപയോഗിക്കാം. ഇത് ധനകാര്യ സ്ഥാപനങ്ങളെ അവരുടെ ഉപഭോക്താക്കളെ നന്നായി മനസ്സിലാക്കാനും കൂടുതൽ ടാർഗറ്റ് മാർക്കറ്റിംഗ് തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കും. ബ്ലോക്ക് ചെയിൻ അനലിറ്റിക്സ്. സാധ്യതയുള്ള തട്ടിപ്പുകളും സംശയാസ്പദമായ ഇടപാടുകളും തിരിച്ചറിയാൻ ബ്ലോക്ക് ചെയിൻ ഡാറ്റ വിശകലനം ചെയ്യാൻ AI ഉപയോഗിക്കാം. ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സുരക്ഷയും സുതാര്യതയും മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. സാമ്പത്തിക കാര്യങ്ങളിൽ വേഗത്തിലും കൃത്യമായും തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തമാക്കിക്കൊണ്ട് ഗണ്യമായ അളവിലുള്ള സാമ്പത്തിക ഡാറ്റയുടെ വിശകലനം ത്വരിതപ്പെടുത്തുന്നതിന് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കാം. റോബോ ഉപദേഷ്ടാക്കൾ. വ്യക്തികൾക്ക് വ്യക്തിഗത നിക്ഷേപ ഉപദേശങ്ങളും മാനേജ്മെന്റ് സേവനങ്ങളും നൽകാൻ AI പവേർഡ് റോബോ ഉപദേശകരെ ഉപയോഗിക്കാം. നിക്ഷേപക മാനേജ്മെന്റിലേക്കുള്ള പ്രവേശനം ജനാധിപത്യവൽക്കരിക്കാനും സാമ്പത്തിക സാക്ഷരത മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. അതിനാൽ എല്ലാ വ്യവസായത്തിലും എല്ലാ മേഖലയിലും തീർച്ചയായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ ജനസംഖ്യയുടെ കാര്യം, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ. എന്നിരുന്നാലും 2050 ആകുമ്പോഴേക്കും ജനസംഖ്യ വർദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യുണൈറ്റഡ് നേഷൻസ് റിപ്പോർട്ട് അനുസരിച്ച് 8 ബില്യൺ അധികം ജനസംഖ്യയുള്ള നിലവിലെ ലോക ജനസംഖ്യ 2030 8.6 ബില്യണും 2050 9.8 ബില്യണും 2100 11.2 ബില്യണും ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനാൽ 2050 ആകുമ്പോഴേക്കും 1.8 ബില്യൺ ആളുകളെ കൂടി പ്രതീക്ഷിക്കുന്നു. അത് വളരെ കൂടുതലല്ല, പ്രത്യേകിച്ച് ചില മുൻ കാലഘട്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ. എന്നിരുന്നാലും ലോകത്തിന്റെ വിവിധ മേഖലകളിൽ മാറ്റങ്ങൾ കൂടുതൽ രൂക്ഷമായിരിക്കും. പ്രാദേശിക പ്രവണതകളുടെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കയിലെ ജനസംഖ്യ ഏറ്റവും വലിയ വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2050 ഭൂഖണ്ഡത്തിലെ ജനസംഖ്യ ഏകദേശം ഇരട്ടിയാകുമെന്ന് UN പ്രവചിക്കുന്നു. ഈ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ 2050 ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക വികസനം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ വിഷയങ്ങളിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഡെമോഗ്രാഫിക് വീക്ഷണകോണിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കുറച്ചുകൂടി അടുത്തു നോക്കിയാൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രായമായ ആളുകൾ ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആഗോള ജനസംഖ്യ ഗണ്യമായി പ്രായമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആളുകളുടെ എണ്ണം 2050 ആകുമ്പോഴേക്കും ഇരട്ടിയിലധികമാകുമെന്നും ഏകദേശം 2.1 ബില്യൺ ആളുകളിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി നഗരവൽക്കരണം നോക്കാം. അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗതം, പാരിസ്ഥിതിക സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളിൽ ഈ പ്രവണത കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും 20 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ കഴിയാത്ത നിലവിലെ പ്രവണതകൾ പിന്തുടരുകയാണെങ്കിൽ മാത്രമാണ് ഇത്. അതായത് പലരും നഗരങ്ങൾക്ക് പുറത്ത് താമസിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. വിദൂര ജോലികൾ ഇന്നത്തെ തൊഴിൽ ശക്തിയിൽ വലിയ പങ്കുവഹിക്കുന്നത് തുടരുകയാണെങ്കിൽ ഇത് കൂടുതൽ വ്യാപകമാകും. കുടിയേറ്റം. ആഗോള ജനസംഖ്യാ ശാസ്ത്രം രൂപപ്പെടുത്തുന്നതിനാൽ അന്താരാഷ്ട്ര കുടിയേറ്റം തുടർന്നും ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങൾ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് മാറുന്നതിനോ അല്ലെങ്കിൽ സംഘർഷത്തിൽ നിന്നോ പീഡനങ്ങളിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇത് ചില രാജ്യങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും ശൂന്യമാക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ലോകരാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് മറ്റൊരു സാഹചര്യവും സംഭവിക്കാം. സമീപ വർഷങ്ങളിൽ പല രാജ്യങ്ങളിലും ദേശീയത കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവണത തുടർന്നാൽ ചില രാജ്യങ്ങൾ അവരുടെ അതിർത്തികൾ പൂർണ്ണമായും അടയ്ക്കും. 2050 സംഭവിക്കാവുന്ന കൂടുതൽ രസകരവും കൗതുകകരവുമായ സാധ്യതകളിലേക്ക് നീങ്ങാനുള്ള സമയമാണിത്. വെർച്വൽ റിയാലിറ്റി ഇൻ 2050. ഈ ലേഖനത്തിൽ ഞാൻ ഇതിനകം ഈ വിഷയത്തെ സ്പർശിച്ചിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ചു മാത്രം. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ആഴത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, മിക്സ്ഡ് റിയാലിറ്റി ഇവയെല്ലാം ഇന്ന് ലഭ്യമായ സാങ്കേതിക വിദ്യകളാണ്. നമ്മൾ സംസാരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഹോളോലെൻസ്, ഒക്യുലസ് VR, ആപ്പിൾ വിഷൻ പ്രോ എന്നിങ്ങനെ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. പക്ഷേ അത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നില്ല. കാരണം ഉപകരണങ്ങൾ ചിലവേറിയതും ദൈനംദിന സാഹചര്യങ്ങൾ ലഭ്യമല്ലാത്തതും ആണ്. എന്നാൽ ഇത് ഉടൻ മാറും. മെറ്റാവേഴ്സിന്റെയും റെൻഡറിംഗ് സാങ്കേതിക വിദ്യകളുടെയും പുരോഗതിയോടെ ആളുകൾ വെർച്വൽ ലോകത്ത് കൂടുതൽ ജീവിക്കുമെന്ന് വ്യക്തമാണ്. എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. മെറ്റാവേഴ്സും വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യയും പ്രതീക്ഷിച്ചതുപോലെ മുന്നേറുകയാണെങ്കിൽ ആളുകൾ അവരുടെ കിടക്കയിൽ കിടന്ന് വെർച്വൽ ലോകത്ത് തികച്ചും വ്യത്യസ്തമായ ജീവിതം നയിക്കാൻ ധാരാളം സമയം ചെലവഴിക്കും. ഈ ലോകം ഗ്രാഫിക്കലായും തന്ത്രപരമായും യഥാർത്ഥ ലോകത്തോട് സാമ്യമുള്ളതായിരിക്കും. ഇപ്പോൾ ഇത് അപകടകരമാണ്. കാരണം ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാൻ നമ്മുടെ മനസ്സും ചിന്തകളും ഇതുവരെ പരിണമിച്ചിട്ടില്ല. തീർച്ചയായും ചില ആളുകൾ ഇത് ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കും, കൂടാതെ അവരുടെ സമയത്തിന്റെ ഭൂരിഭാഗവും വെർച്വൽ ലോകത്ത് ചെലവഴിക്കില്ല.
എന്നാൽ പലരും ഭാവിയിൽ ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ്. അവർക്ക് സാധാരണ ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യും. സ്മാർട്ട് ഫോണുകളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും എത്ര ആളുകൾ അവരുടെ സ്ക്രീനുകളിൽ 5-10 മണിക്കൂർ ചെലവഴിക്കുന്നുവെന്നും സങ്കല്പിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് നിലവിലുള്ള ആസക്തിയെ 100 കൊണ്ട് ഗുണിക്കുക. വെർച്വൽ റിയാലിറ്റിയുടെ ആസക്തി നിലവിലെ സോഷ്യൽ മീഡിയയെക്കാളും ജനപ്രിയ ഗെയിമുകളെക്കാളും വളരെ കൂടുതലായിരിക്കും. ഇത് വളരെ ഉയർന്നതായിരിക്കും, കാരണം ഇത് മികച്ച അനുഭവമായിരിക്കും. അതൊരു വലിയ പ്രശ്നമാകും, കാരണം ആളുകൾ ആസക്തിയുള്ള ജീവികളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 2050 ആളുകൾ അവരുടെ പ്രിയപ്പെട്ട സാങ്കേതിക വിദ്യയിൽ മുഴുകി കൂടുതൽ സമയം ചെലവഴിക്കുമെന്ന് എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയും. ഇത് ഉൽപാദനക്ഷമതയ്ക്കും തൊഴിൽ ശക്തിക്കും മൊത്തത്തിലുള്ള ലോക ജനസംഖ്യയ്ക്കും വീണ്ടും വെല്ലുവിളികൾ സൃഷ്ടിക്കാം. ഈ ലേഖനത്തിന്റെ അവസാന പോയിന്റിലേക്ക് ഇത് നമ്മെ നയിക്കുന്നു. സാധാരണക്കാരുടെ ദൈനംദിന ഉത്ഭവനത്തിന്റെ വളർച്ച തുടരുകയാണെങ്കിൽ 2050 ഇത് 1.5 ഡിഗ്രി സെൽഷ്യസ്, അതായത് 2.7 ഡിഗ്രി ഫാരൻഹീറ്റ് അധിക ആഗോള താപനത്തിലേക്ക് നയിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത് ഒരു വലിയ സംഖ്യ അല്ലെങ്കിലും ഇത് നമ്മുടെ ഗ്രഹത്തിനും അതുവഴി നമുക്കും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എന്നിരുന്നാലും ആ വീക്ഷണകോണിൽ നിന്ന് നമ്മുടെ ദൈനംദിന ജീവിതം മിക്കവാറും സമാനമായിരിക്കും. തീർച്ചയായും ഭൂമിയിലെ ചില സ്ഥലങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് സമുദ്രനിരപ്പ് ഉയരുന്നത് കാരണം. 2050 നിങ്ങളുടെ ദിവസം. അതിനാൽ നിങ്ങൾ 2050 ഉണരുകയും നിങ്ങളുടെ ദിവസം ആരംഭിക്കുകയും ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഒരുതരം ചൂട് അനുഭവപ്പെടുന്നു, പക്ഷേ നിങ്ങൾക്ക് അത് ശരിയായി തോന്നാം, കാരണം ഒരു ബിൽറ്റ് ഇൻ അലാറം ക്ലോക്ക് ഉള്ള നിങ്ങളുടെ വീടാണ് നിങ്ങളെ ഉണർത്തുന്നത്. നിങ്ങൾക്ക് ഉണരാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ് എന്ന് കൃത്യമായി കണക്കുകൂട്ടാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നു. അത് നിങ്ങളോട് മനോഹരവും എന്നാൽ ഉച്ചത്തിലുള്ളതുമായ ശബ്ദത്തിൽ സംസാരിക്കുന്നു. നിങ്ങൾ എഴുന്നേറ്റു, നിങ്ങളുടെ കോഫി ഗുളിക രൂപത്തിൽ തയ്യാറാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പോഡ്കാസ്റ്റ് ഇതിനകം പ്രവർത്തിക്കുന്നു. പോഡ്കാസ്റ്റ് പ്രവർത്തിപ്പിക്കുന്നത് മനുഷ്യരല്ല, മറിച്ച് AI സൃഷ്ടിച്ച റിയലിസ്റ്റിക് അഭിനേതാക്കളാണ്. ആ അഭിനേതാക്കൾ ഇന്ന് രാവിലെ നിങ്ങളുടെ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി താൽക്കാലികമായി സൃഷ്ടിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ചിന്തകൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ വീടിനെ നിയന്ത്രിക്കുന്നു. മിക്ക ആളുകൾക്കും ഇത് പ്രയോജനകരമാണെങ്കിലും അവർ ഈ പരിഹാരം തിരഞ്ഞെടുത്തെങ്കിലും അവരുടെ തലച്ചോറിലെ ചിപ്പിനെ പ്രതിരോധിക്കുന്ന ചില ആളുകളുണ്ട്. അതെ, അവർ കൂടുതലും അവരുടെ പഴയ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് 2024 ആളുകളെ പോലെ ജീവിക്കുന്ന ആളുകൾ അന്നും ഉണ്ടാകും എന്നുള്ളതാണ്. 2050 ജീവിത ദിനചര്യകൾ. അടുത്ത അരമണിക്കൂർ 30 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഏറെക്കുറെ സമാനമാണ്. അവൻ പല്ല് തേക്കുന്നു. ഇവിടെ ഒരേ ഒരു വ്യത്യാസം, അതായത് 2050 ആധുനിക ടൂത്ത് ബ്രഷുകൾക്ക് ചില സാധാരണ ദന്ത പ്രശ്നങ്ങൾ കണ്ടെത്താനും നിങ്ങളുടെ ദന്തരോഗ വിദഗ്ധനെ വിളിക്കാനും കഴിയും. അദ്ദേഹത്തിന്റെ ദന്ത ഡോക്ടർ യഥാർത്ഥത്തിൽ മനുഷ്യനാണ്, എന്നാൽ ലോകമെമ്പാടുമുള്ള പല കേസുകളിലും റോബോട്ടുകൾ ചെറിയ ദന്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന റോബോ ഡെന്റിസ്റ്റ് ബൂത്തുകൾ ഉണ്ട്. എന്നിങ്ങനെ മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും 2050 എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. സമാനതകളില്ലാത്ത സാങ്കേതിക മുന്നേറ്റങ്ങൾ, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയാൽ 2050 ജീവിതവും ലോകവും രൂപപ്പെടും. അടുത്ത ദശാബ്ദങ്ങളിൽ നമ്മുടെ ലോകത്തിന്റെ റൂട്ട് നാടകീയമായി മാറും. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, മറ്റ് ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ വിഭജനം ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം മുതൽ ഗതാഗതം, ധനകാര്യം എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിപ്ലവം സൃഷ്ടിക്കും. കൂടാതെ സൂചിപ്പിച്ചതുപോലെ ഒരു ശരാശരി വ്യക്തിയുടെ ദൈനംദിന ജീവിതവും 2050 ആകുമ്പോഴേക്കും വളരെ വ്യത്യസ്തമായിരിക്കും. ഭീഷണിപ്പെടുത്തുന്ന സാങ്കേതിക മുന്നേറ്റങ്ങൾക്കിടയിലും ഭാവി ശോഭനമായിരിക്കുമെന്നും കൂടുതൽ ആളുകൾ സന്തുഷ്ടരായിരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.